ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ബൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള ധ്രുവ് വിക്രം അഭിനയിക്കുന്ന പടത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ റാപ്പായിട്ടുണ്ട് എന്നുള്ള അറിയിച്ചു. പിന്നെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ അതും റാപ്പായിട്ടുണ്ട്. പിന്നെ ബലംകൊണ്ട സായി ശ്രീനിവാസയുടെ 11ാമത്തെ പടത്തിൻ്റെ പൂജ നടന്നു. പിന്നെ ഗാമി എന്ന് പറഞ്ഞ പടത്തിൻ്റെ OST പാർട്ട് 2 പുറത്തിറക്കി. പിന്നെ 1-1 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ വരെ എന്ന് പറഞ്ഞായിരുന്നു, അത് പുറത്തിറങ്ങി. പിന്നെ പ്രഭുദേവയുടെ ഒരു പുതിയ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുകയാണ്. സിംഗനല്ലൂർ സിഗ്നൽ എന്നാണ് പടത്തിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിഖിൽ സിദ്ധാർത്ഥയുടെ ദ ഇന്ത്യ ഹൗസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയെന്നുള്ളത് അറിയിച്ചു. പിന്നെ മഴയെ പിടിക്കാത്ത മനിതൻ എന്ന് പറഞ്ഞിട്ടുള്ള വിജയൻ്റെ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ സ്ക്രീൻ നമ്പർ 62 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ ദ ബക്കിംഗ്ഹാം മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള കരീന കപൂർ അഭിനയിക്കുന്ന പടം സെപ്റ്റംബർ 13 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. പിന്നെ ബോട്ടിൽ രാധ അങ്ങനെയായിരുന്നു ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയല്ല, ബോട്ടിൽ രാധ എന്നാണ് പടത്തിൻ്റെ പേര് ശരിക്കും. അപ്പോൾ എന്തായാലും ടീസർ ഇന്ന് 5 മണിക്ക് സിലംബർസും ടിആറും അതേമാതിരി ആരും കൂടിയിട്ട് പുറത്തിറക്കുന്നതാണ്. പിന്നെ ഡാർലിംഗ് എന്ന് പറഞ്ഞ പടത്തിലത്തെ റാഹിറ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിൾ ജൂലൈ 2 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങും. പിന്നെ ഇന്ത്യൻ 2 സീറോ ടോളറൻസ് എന്ന് പറഞ്ഞ പടം ജൂലൈ 12 പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിലത്തെ കലണ്ടർ സോങ് അതിൻ്റെ ലിറിക്കൽ വീഡിയോ ഇന്ന് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പാട്ട് ഇന്ന് 6 മണിക്കാണ് പുറത്തിറങ്ങുക എന്നുള്ളത് അറിയിച്ചു. ഈ പാട്ട് ഓൾറെഡി ജോക്ക് ബോക്സിലൊക്കെ പുറത്തിട്ടാണ്, പക്ഷേ ലിറിക്കൽ വീഡിയോ ഇപ്പോഴാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. പിന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമൂന്തനും നിഖില വൈമിലും അഭിനയിച്ച പടം, ആ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുകയാണ്. പിന്നെ സർദാർ എന്ന് പറഞ്ഞൊരു പടം പുറത്തിറങ്ങിയിരുന്നു, അതിൻ്റെ സർദാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ജൂലൈയിലായിരിക്കും അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആവാമെന്നാണ് കേൾക്കുന്നത്. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിൻ്റെ പടം, ആ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുകയാണ്. ഇതിന് ശേഷം തുടങ്ങിയാണ് മറ്റേ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും വന്നു. എന്നിട്ട് ഇപ്പോഴാണ് ഈ മുന്നേ തുടങ്ങിയ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു വേറെ ലെവൽ പോസ്റ്റർ ആയിരിക്കുന്നതാണ്, പക്ഷേ കിട്ടിയത് ഈ സംഭവമാണ്. പക്ഷേ പടം നന്നാവുന്നതിനെ പ്രതീക്ഷിക്കാം. എനിക്കെന്തായാലും പോസ്റ്റർ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഈ പടം ദിവാലിക്കാണ് പുറത്തിറങ്ങുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ തലപതി 69 എന്ന് വെച്ചാൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലപതിയുടെ പടം കഴിഞ്ഞിട്ട് അടുത്തെടുക്കാൻ പോകുന്ന പടമാണ് അത്. അപ്പോൾ ആ പടത്തിൽ നായികയായിട്ട് സമന്ത ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. KVN പ്രൊഡക്ഷൻസ് ആയിരിക്കും പടം പ്രൊഡ്യൂസ് ചെയ്യാനും കേൾക്കുന്നുണ്ട്. പിന്നെ വിനോദാണ് പടം എടുക്കുക, അനിരുദ്ധായിരിക്കും മ്യൂസിക് ചെയ്യുക. എന്തായാലും അതിൻ്റെ ഷൂട്ടിംഗ് ഒക്ടോബറിലൊക്കെ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. പിന്നെ തങ്കല എന്ന് പറഞ്ഞിട്ടുള്ള ചിയാൻ വിക്രമിൻ്റെ പടം കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പടമാണ്, പാരഞ്ജിത്ത് എടുക്കുന്ന പടമാണ്, നല്ല പ്രതീക്ഷയുള്ള പടമാണ്. അപ്പോൾ ജി വി പ്രകാശ് ഇപ്പോൾ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത ആളുടെ ബെസ്റ്റ് ആൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് എ ഫിലിം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ നല്ല പടമായതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ട്രെയിലറൊക്കെ പടത്തന്നെ വരും എന്നുള്ള രീതിയിലും ആൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടം ഓഗസ്റ്റ് 15 റിലീസാവുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്, ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല, മിക്കവാറും ആ ഡേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടത്തിൽ ദുൽഖർ സൽമാൻ്റെ ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു, അതിൽ ക്യാപ്റ്റൻ എന്നാണ് ആളുടെ പേരായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദുൽഖർ സൽമാൻ ആസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ ഒക്കെ ഇട്ടൊക്കെയാണ് പേര്, ഒഫീഷ്യലായിട്ട് പുറത്തിട്ടിട്ടുള്ളതാണ്. എന്തായാലും കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള ആളുടെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ് വേഫാർ ഫിലിംസ്. അപ്പോൾ 350 സ്ക്രീനിൽ 425 സ്ക്രീനുകൾക്ക് ആയിട്ടുണ്ട്. പോസിറ്റീവ് റിപ്പോർട്ട്സൊക്കെ ആയതുകൊണ്ട് തന്നെ 3Dയിലും കൂടുതലായിട്ടുണ്ട്. ഫസ്റ്റ് ഈസൊക്കെ കൂടുതലും 2Dയിലായിരുന്നു കളിച്ചിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു കെമിയോ കഥാപാത്രമായിരുന്നു വിജയ് ദേവരകൊണ്ടയുടെ, അത് ഒഫീഷ്യലായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ആൾ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ അതാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ടക്കറ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് കൽക്കത്തെ പാട്ട് തന്നെയാണ്, ആ പാട്ടിൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ നോർത്ത് അമേരിക്കയിൽ 11.2 മില്യണിലും കൂടുതൽ കളക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഹിന്ദിയിൽ നിന്ന് മാത്രം 115 കോടിയുടെ മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഡേയിൽ 298.5 കോടിയാണ് പടത്തിന് നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിലാണ് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും കൂട്ടിയിട്ട്. അതേമാതിരി തേർഡ് ഡേ ആയപ്പോൾ 415 കോടിയുടെ മുകളിലേക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. വലിയ കളക്ഷൻ തന്നെയായിരുന്നു. എല്ലാവരും വിചാരിച്ച പോലെ തന്നെ വീക്കെൻഡ് കഴിയുമ്പോൾ 500 കോടി കടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 4ാമത്തെ ദിവസമായപ്പോൾ 555 കോടിയാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത് മൊത്തം. പിന്നെ കേരളത്തിലത്തെ കളക്ഷൻ എന്ന് പറയുമ്പോൾ 1ാമത്തെ ദിവസം 2.86 കോടിയായിരുന്നു, 2ാമത്തെ ദിവസം 2.73 കോടിയായിരുന്നു, 3ാമത്തെ ദിവസം 3.11 കോടിയാണ്, 4ാമത്തെ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ ഞായറാഴ്ച ആയിട്ട് 4.05 കോടിയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ വീക്കെൻഡ് കഴിയുമ്പോൾ 12.75 കോടിയാണ് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പടം ഒരു പാർട്ടിൽ നിൽക്കില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്, അങ്ങനെയാണ് കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. പക്ഷേ ഈ പടത്തിന് 8 പാർട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. 8 പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ കഴിയാനാണാവാം. എന്തായാലും പെട്ടെന്ന് ഇറക്കി വിട്ടാൽ മതിയായിരുന്നു. പിന്നെ കൽക്കിയുടെ 2ാം ഭാഗം അതിൻ്റെ 60% ഷൂട്ട് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ VFX വർക്കൊക്കെ തുടങ്ങാൻ പോകുന്നുള്ളൂ എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ പേര് കൽക്കി 3102 BC എന്നായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.